പിന്നെ ഞങ്ങൾ എന്തിനാ ജനിപ്പിച്ചേ? ഈ ചോദ്യം തിരിച്ച് ചോദ്യം കൊണ്ട് വന്നാൽ നമ്മൾ തകരും. +2 കഴിഞ്ഞിട്ടാണ് മക്കളൊന്ന് കെട്ടയച്ചു വിടുന്നത് നിങ്ങൾ. അതോടുകൂടി മക്കൾക്കൊന്നും പഠിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി വരികയാണ്. 40ന്റെയും 50ന്റെയും ഇടയിൽ പ്രായമുള്ള രക്ഷിതാക്കളുടെ മക്കൾ തന്നെയാണ് ഇന്ന് 99% ജയിലിലായിരിക്കുന്നത്. ഒരു പഠനം പോലും ഞങ്ങൾ എന്തിനു പഠിക്കുന്നു, മാതാപിതാക്കൾക്ക് വേണ്ടി പഠിക്കുന്ന ഒരു തലമുറയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ നാടിന്റെ ശാപമായിട്ടാണ് മാറുന്നത്. 40ന്റെയും 50ന്റെയും ഇടയിൽ പ്രായമുള്ള രക്ഷിതാക്കളോടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളെ മക്കളിൽ എത്ര പേർക്ക് കൈത്തൊഴിൽ അറിയാം? ഓട്ടോക്കാരന്റെ മകന് ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ടാപ്പിംഗുകാരന്റെ മകൻ, ടാപ്പിംഗുകാരനായി നിൽക്കുന്ന അച്ഛൻ മകന് ടാപ്പിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ടൈലറായി നിൽക്കുന്ന അച്ഛൻ മകന് ടൈലറിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. തട്ടാമണി എടുത്തിരുന്ന അച്ഛൻ മോന് തട്ടാമണി പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. കൊല്ലപ്പണി എടുത്തിരുന്ന അച്ഛൻ മോന് കൊല്ലപ്പണി എടുത്ത് കൊടുക്കുന്നില്ല. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെ ഈ കൈത്തൊഴിൽ കേരളത്തിൽ നിന്ന് എല്ലാ കൈത്തൊഴിലും അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിക്കണോ പുതിയ തലമുറ? നിങ്ങൾ ലഹരിക്ക് അടിമപ്പെടാതെ ജീവിക്കണോ? നിങ്ങൾ നിങ്ങളുടെ തൊഴില് ലഹരിയാക്കി മാറ്റും, എന്നാൽ നിങ്ങൾക്ക് ജീവിക്കാം. പന്ത് വാങ്ങാൻ ഞങ്ങളൊരു ഐഡിയ കണ്ടെത്തും. നമുക്ക് ആകെ വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? അന്നത്തെ ആ കുട്ടി ബുദ്ധിയാണ്. ഞങ്ങൾ വരുന്ന വഴിയിലൊക്കെ ചിലപ്പോൾ റോഡിലൊക്കെ പറങ്കേണ്ടിയൊക്കെ വീണ് കിടക്കും. വരുന്ന വഴിയിലൊക്കെ അപ്പോൾ ഈ പറങ്കേണ്ടിയൊക്കെ ഞങ്ങൾ എല്ലാം പെറുക്കി കൂട്ടും. അത് എന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിച്ച് വെക്കും. എന്നിട്ട് അങ്ങനെ സത്യം പറയാം അന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ. പിന്നെ എന്താണെന്ന് അറിയാമോ, വേറെ പ്രത്യേകത ഉണ്ട്. അന്ന് വീടുകൾ വളരെ കുറവാണ്. ഒരു വീട് ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു 200 മീറ്ററൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്തൊരു വീടുണ്ടാവുന്നത്. ഇങ്ങനെയൊക്കെ പല വിട്ടാണ് വീട്. അന്ന് ആളുകൾക്ക് പറമ്പാണ് മുന്നിൽ, റോഡ് വക്കിലൊക്കെ പറമ്പാ. വീട് ചിലപ്പോൾ അങ്ങ് കുറെ ഉള്ളിലായിരിക്കും, ബാക്കിലായിരിക്കും, പ്രാധാന്യമില്ല. ഓരോ വലപ്പരയൊക്കെ ആയിരിക്കും, വൈക്കോൽ പെര. അതൊക്കെയാണ് ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ളത്. അന്നത്തെ ഏറ്റവും മികച്ച വീട് എന്ന് പറഞ്ഞാൽ ഓട് മേഞ്ഞ വീടാണ്. ഓട് മേഞ്ഞ വീട്. അതാണ് ഞങ്ങളുടെ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ആ ദാരിദ്ര്യ കാലഘട്ടത്തിന്റെ ലാസ്റ്റ് ഘട്ടങ്ങളാണ്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നര വീട് ഓട് മേഞ്ഞ വീടായിരിക്കും. അത് തന്നെ സത്യം. പാവപ്പെട്ട വൈക്കോല്, അതിന്റെ കുറച്ച് ഇടത്തരാണെങ്കിൽ തടുക്ക്, അതിന്റെ മുകളിൽ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന് പറഞ്ഞത് ഓടുമേഞ്ഞ വീട്ടിലെ ആളായിരുന്നു പ്രമാണി. അത് അവർക്ക് 3 നില വീടുകൾ, പണ്ടത്തെ ഇല്ലം പോലെ. ഇല്ലം പോലത്തെ. അതിലൊക്കെ പ്രത്യേകത രസകരമായ സംഭവങ്ങൾ എന്താ അറിയാമോ? അന്നത്തെ ഓടുമേയുടെ വീട്ടിൽ അവർക്ക് ഇന്ന് നമ്മളെ 2 നില വലിയ കൊട്ടാരം പോലത്തെ വീട്ടിലേക്കുള്ള അവരുടെ മക്കളും അല്ലെ അവരുടെയൊക്കെ ഒരു തലക്കനുണ്ടാവുമല്ലോ. ഞാൻ അല്ലേ അപ്പോൾ അവർക്ക് വലിയ ഫോർച്യൂണർ കാർ, ഇന്നോവ ഇതൊക്കെ. പക്ഷെ അന്ന് എന്താണെന്നറിയാമോ, അന്ന് അവർക്ക് സൈക്കിൾ ഉണ്ടാവും. സൈക്കിളാണ് അന്നത്തെ. അവര് പൊട്ടിയ ടയർ ഉണ്ടാവും, പഞ്ചറായി പൊട്ടി ഒഴിവാക്കുന്ന ടയർ. പക്ഷെ അത് നമുക്ക് അതാണ് നമ്മുടെ നമ്മുടെ വാഹനം. അതാണ് ഞാനൊക്കെ ഒരുപാട് കടയിൽ പോയി സാധനം കൊണ്ടാണെന്ന് പറയുമ്പോൾ ബട്ട് ഇങ്ങനെ എടുക്കും, കമ്പൗണ്ട് ഇങ്ങനെ തട്ടി 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 പോകും. അതെ സത്യമാണ്. ഇത് അതുപോലെ റിം ഉണ്ടല്ലോ നമ്മുടെ സൈക്കിളിന്റെ റിം, അത് റിം ഇങ്ങനെ റൗണ്ട് ആയിട്ട് ചാല് മാറ്റിണ്ടാവല്ലോ റിമ്മിന്. അതിന്റെ കോരി കൊടുത്തിട്ട് റിമ്മിന്റെ പ്രത്യേകത അറിയാമോ? അന്നൊക്കെ വലിയ വീട്ടിലെ പിള്ളേർ ഇന്ന് ബൈക്ക് ഓടിച്ചു പോകില്ലേ എന്ന പോലെയാണ് അന്ന് റിമ്മ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ പൊട്ടിയ ടയർ എവിടെ നിന്ന് കിട്ടുന്നു? സൈക്കിൾ ഉള്ളവന്റെ വീട്ടിലല്ലേ റിമ്മ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും അവരുടെ മക്കൾ റിമ്മ്. അപ്പൊ അങ്ങനെയൊക്കെ രസകരമായ ഒരു രസം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയുമോ, ഇനി നമുക്ക് പെട്ടെന്ന് എവിടെയൊക്കെ പോയി വരണമെന്നുണ്ടെങ്കിൽ ഈ ടയർ ഉരുട്ടിക്കൊണ്ടായിരിക്കും പോവുക, ഓടും. അപ്പൊ നമ്മൾ ഓടിപ്പോകും. അതുപോലെ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ടയർ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ആ ടയർ എടുത്ത് അത് ഓടിച്ച് വരും. അപ്പൊ നമ്മൾ ഓടി വരുമല്ലോ. ചുരുക്കി പറഞ്ഞാൽ അന്ന് ഭയങ്കര കാടുകൾ കൂടുതലായിരുന്നു. പക്ഷെ അന്ന് മക്കൾക്ക് പേടിണ്ടായിരുന്നില്ല. എനിക്ക് വീടുകൾ കൂടുതലായി മക്കൾക്ക് ഭയം കൂടി. അതെ സത്യം. ഇന്ന് വേറെ പ്രത്യേകം അറിയാമോ, എനിക്ക് 3.5 കിലോമീറ്റർ യാത്ര ചെയ്യണം സ്കൂളിലോട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ. അതേപോലെ 3.5 കിലോമീറ്റർ തിരിച്ചും അങ്ങനെയാണ്. വടക്കുംപാടം എത്തുമ്പോൾ 3.5 കിലോമീറ്റർ ആവും എൻ്റെ വീട്ടിലെത്തുമ്പോൾ, നിലമ്പൂർ UP സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ. അതുപോലെ ഹൈസ്കൂൾ മിനർവ ഒക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ഞങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ മക്കളോട് പറഞ്ഞാൽ മക്കള് അത് നിങ്ങളെ കാലമാണ്, ഞങ്ങൾ എന്ത് ചെയ്തു? അതാണ് സത്യം. സത്യം അത് നിങ്ങളെ കാലത്ത് ഞങ്ങളെ കാലം ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ഇപ്പൊ മക്കൾ നമ്മോട് ചോദിക്കുന്നത്. നമ്മളിനി അത് കേട്ടേ പറ്റൂ, അനുസരിച്ചാൽ പറ്റൂ എന്നൊക്കെ ശാഠ്യം പിടിച്ച് അവരെ അനുസരിപ്പിക്കാൻ നിൽക്കുമ്പോൾ അവർ ചോദ്യം എന്താ അറിയുമോ, പിന്നെ ഞങ്ങൾ എന്തിനാ ജനിപ്പിച്ചേ? ഈ ചോദ്യം തിരിച്ച് ചോദ്യം കൊണ്ട് വന്നാൽ നമ്മൾ തകരും. അപ്പൊ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വളർത്താൻ, അതാണ് ചോദ്യം. പിന്നെ അപ്പൊ അതുകൊണ്ട് ഇത് ന്യൂ ജൻ തലമുറയാണ്. ഞങ്ങളെ ചോദ്യം ചെയ്യുന്നത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവരെ ഉപദേശം എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര. നമ്മുടെ മാർട്ടിൻ ഭായ് സ്റ്റാർട്ടിങ് പറഞ്ഞ ആ ഒരു പോയിന്റാണ് നിങ്ങൾ എല്ലാവരും പുതിയ തലമുറ ശ്രദ്ധിക്കേണ്ടത്. അതായത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്, മക്കളെ നിങ്ങൾ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് എന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അത് 100% ശരിയാണ്. കാരണം വെച്ചാൽ ഞങ്ങളൊക്കെ ഇപ്പോൾ അദ്ദേഹം ടൈലറിംഗ് പഠിച്ചു. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മക്കൾ ആരും ടൈലറിംഗ് പഠിക്കുന്നില്ല. ഞാൻ ടൈപ്പിംഗ് പഠിച്ചു, ഞാൻ ടൈലറിംഗും പഠിച്ചു. എന്റെ മക്കൾ ആരും ആ ജോലി ചെയ്യുന്നില്ല. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന എന്താണ്, നമ്മളെ മക്കൾ ആ ജോലി ചെയ്ത വേറെ ജോലി ചെയ്യട്ടെ. എന്നാൽ നമ്മളെ മക്കൾ ഒരു കൈത്തോലും പഠിക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. അതെ തീർച്ചയായും. കാരണം നമ്മുടെ പുതിയ തലമുറ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. അടിവരായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ, എൻ്റെ മാർട്ടിൻ ഭായ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെ വീട്ടിൽ
നിങ്ങൾ എൻ്റെയും മാർട്ടിൻ ഭായിൻ്റെയും 40-ൻ്റെയും 50-ൻ്റെയും ഇടയിൽ പ്രായമുള്ള രക്ഷിതാക്കളോടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളെ മക്കളിൽ എത്ര പേർക്ക് കൈത്തൊഴിൽ അറിയാം? ഒരു ടൈലറിങ് എത്ര പേർക്ക് അറിയാം? ഒരു ടേപ്പിംഗ് എത്ര പേർക്ക് അറിയാം? ഒരു മുടി വെട്ടുന്ന ജോലി എത്ര പേർക്ക് അറിയാം? അങ്ങനെ കുറച്ച് പഠിക്കുന്നുണ്ട്, ബ്യൂട്ടീഷ്യൻ എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു കഴുത്തോൽ, ഒരു മെക്കാനിക്ക്, ഒരു TV മെക്കാനിക്കോ ഒരു മറ്റുള്ള മെക്കാനിക്കോ അതിന് എത്ര പേര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്? ഇല്ല. കാരണം നിങ്ങളൊക്കെ അതോ ഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. കാരണം 10 കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു 7ാം ക്ലാസ് മുതൽ അദ്ദേഹം ജോലിക്ക് പോയി. പിന്നെ അദ്ദേഹത്തിന്റെ താല്പര്യം കാരണം 10ാം ക്ലാസ്സിൽ വീണ്ടും പഠനം ആരംഭിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോലിയും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു തലമുറയിൽപ്പെട്ട ഈ തലമുറക്കാരാണ് ഞങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് പഠനം പോലും ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു തലമുറയാണ് ഇപ്പം ഇന്ന് കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ഉടനീളം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പഠനം പോലും ഞങ്ങൾ എന്തിനു പഠിക്കുന്നു? മാതാപിതാക്കൾക്ക് വേണ്ടി പഠിക്കുന്ന ഒരു തലമുറയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ നാടിന്റെ ശാപമായിട്ടാണ് മാറുന്നത്. പഠനത്തിലൂടെ നിങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, ജോലിയിലൂടെ നിങ്ങളൊന്നും സമ്പാദിക്കുന്നില്ല. മക്കളെ ഞങ്ങളെ പോലുള്ള രക്ഷിതാക്കളുടെ മക്കളാണല്ലോ നിങ്ങളൊക്കെ. ഈ മക്കളിൽ നിന്ന് ഈ രക്ഷിതാവായ എനിക്കും മാർട്ടിൻ ഭായിക്കും എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്നൊരു ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കാരണം ഞങ്ങളുടെ മക്കളാണ് ഇന്ന് ലഹരിക്ക് അടിമയായിരിക്കുന്നത്. കാരണം അതിനൊരു കാരണം ഇന്നത്തെ വിദ്യാഭ്യാസ നയം. വിദ്യാഭ്യാസത്തിൽ വരുന്ന മക്കളെ തല്ലാൻ പാടില്ല, മക്കൾ അടിച്ചാൽ എങ്ങനെ, മക്കൾ ഇടിച്ചാൽ ഇങ്ങനെ, ഈ ഒരു പ്രശ്നം. രണ്ടാമത് 12 ക്ലാസ് കഴിഞ്ഞത് +2 കഴിഞ്ഞിട്ടാണ് മക്കളൊന്ന് കെട്ടയച്ചു വിടുന്നത് നിങ്ങൾ. അതോടുകൂടി മക്കൾക്കൊന്നും പഠിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി വരികയാണ്. മനസ്സിലുണ്ടോ? പഠിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി വരുന്ന ഒരു കാലഘട്ടമുണ്ട് മക്കൾക്ക്. അപ്പോൾ ഈ മക്കൾക്ക് പഠിക്കാനുള്ള ആ ഒരു മെമ്മറി മാറിയിട്ട് അവരൊക്കെ ഒരു മനുഷ്യനായി മീസിൻ്റെ ആടെയൊക്കെ വന്ന് ഇനിയിപ്പോൾ ഇത്ര വലിയ മനുഷ്യനെ ഞാൻ കൈത്തൊഴിൽ പഠിക്കേ, ഞാനൊരു ജീപ്പ് മെക്കാനിക് ആവേ, ഒരു ഓട്ടോറിക്ഷ മെക്കാനിക് ആകാൻ പറ്റും, ഒരു ബൈക്ക് മെക്കാനിക്, അതൊന്നും നമുക്ക് നമ്മുടെ സ്റ്റാറ്റസിനൊന്നും പറ്റിയതല്ല എന്ന് പറഞ്ഞിട്ട് തൊഴിലിൽ നിന്ന്, കൈത്തൊഴിലിൽ നിന്നും പൂർണ്ണമായിട്ടും അകലുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മക്കൾ തന്നെയാണ് ഇന്ന് എൻ്റെയും മാർട്ടിൻ ഭായിൻ്റെയും ഏജിലുള്ള അല്ലെങ്കിൽ 40-ൻ്റെയും 50-ൻ്റെയും ഇടയിൽ പ്രായമുള്ള രക്ഷിതാക്കളുടെ മക്കൾ തന്നെയാണ് ഇന്ന് 99% ജയിലിലായിരിക്കുന്നത്. അതിന് കാരണം നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതിന് ഒരു ബോധവൽക്കരണം എന്ന നിലക്കാണ് റിയൽ ലൈഫ് എന്ന പരമ്പര ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. സ്വന്തമായി മക്കളെ കൈത്തൊഴിലേക്ക് മാറ്റുക. സ്വന്തമായി നമ്മുടെ മക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരെ എങ്ങനെ ഭാര്യയെ ഭക്ഷണം കൊടുക്കാൻ കഴിയും, എങ്ങനെ അവരുടെ മാതാപിതാക്കൾ അവരെ നോക്കാൻ കഴിയും. കാരണം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ജോലി സാധ്യത കുറവാണ്, പുറത്തേക്ക് പോകാൻ രക്ഷിതാക്കളുടെ അടുത്ത് ഫണ്ടും കുറവാണ്. പിന്നെ ഈ മക്കൾ നാളെ എന്ത് ചെയ്യും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. കാരണം പുറത്ത് ലോകത്ത് കേരളത്തിൽ ജോലിയില്ല, പഠിച്ചാൽ തന്നെ മക്കൾക്ക് ജോലിയില്ല. രണ്ടാമത് പുറം രാജ്യത്തേക്ക് നമ്മളെ അറബ് GCC രാജ്യങ്ങളിൽ പോയിട്ട് കാര്യമല്ല. 25,000-30,000 അവിടെ കിട്ടും, അതുകൊണ്ട് അവർക്ക് പോയിട്ട് കാര്യമല്ല. പിന്നെ പോകാനുള്ളത് യൂറോപ്യൻ കൺട്രിയിലേക്കാണ്. അവിടെ ഒരു മകനെ പറഞ്ഞെങ്കിൽ ചുരുങ്ങിയത് 10 ലക്ഷം രൂപ വേണം. ഈ 10 ലക്ഷം പോയിട്ട് ഇവന് ഈ ജന്മത്തിൽ ഈ പറഞ്ഞ എനിക്കും മാർട്ടിൻ ഭായിക്കും ഞങ്ങൾ ഏജിലെ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഞങ്ങളുടെ തലമുറ എങ്ങനെയാണോ ജീവിച്ചത്, ഓട്ടോക്കാരൻ്റെ മകന് ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, ടാപ്പിംഗുകാരനായി നിൽക്കുന്ന അച്ഛൻ മകന് ടാപ്പിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, ടൈലറായി നിൽക്കുന്ന അച്ഛൻ മകന് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, തട്ടാമണിയിരുത്തുന്ന അച്ഛൻ മോന് തട്ടാമണി പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, കൊല്ലപ്പണിയിരുത്തുന്ന അച്ഛൻ മോന് കൊല്ലപ്പണിയെടുത്ത് കൊടുക്കുന്നില്ല. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെ ഈ കൈത്തൊഴിൽ കേരളത്തിൽ നിന്ന് എല്ലാ കൈത്തൊഴിലും അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിക്കണോ പുതിയ തലമുറ? നിങ്ങൾ ലഹരിക്ക് അടിമപ്പെടാതെ ജീവിക്കണോ? നിങ്ങൾ നിങ്ങളുടെ തൊഴിലെ ലഹരിയാക്കി മാറ്റൂ, എന്നാൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും.